ലോകത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന, ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു പേരുണ്ടെങ്കിൽ അത് വാറൻ ബഫറ്റ് ആണ്. തികച്ചും ലളിതമായ വാല്യൂ ഇൻവെസ്റ്റിംഗ് രീതികൾ മാത്രം ഫോളോ ചെയ്താണ് അദ്ദേഹം ഈ വൻ സമ്പത്ത് മുഴുവൻ ഉണ്ടാക്കിയത്. പുതിയ ട്രെൻഡുകൾക്ക് പുറകെ ഓടാനോ ഇൻവെസ്റ്റ്മെന്റ് വല്ലാതെ സങ്കീർണമാക്കാനോ ഒന്നും പുള്ളി നിൽക്കാറില്ല. വളരെ സിമ്പിളായി കാര്യങ്ങളെ കാണുക, ഒരു നല്ല ഷെയർ വാങ്ങി അത് ലോങ് ടേമിലേക്ക് ഹോൾഡ് ചെയ്യുക. ഇതാണ് അദ്ദേഹത്തിന്റെ മെയിൻ സ്ട്രാറ്റജി. ഇതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ കാര്യം എന്താണെന്ന് വെച്ചാൽ, ബഫറ്റിന്റെ ഈ റൂളുകൾ കോടീശ്വരന്മാർക്കോ വലിയ വലിയ ഫിനാൻസ് ബുദ്ധിജീവികൾക്കോ ഉള്ളതല്ല. സ്വന്തം പണം കൃത്യമായി വളർത്താൻ ആഗ്രഹിക്കുന്ന എന്നെയും നിങ്ങളെയും പോലുള്ള സാധാരണക്കാർക്ക് ഒട്ടും കൺഫ്യൂഷൻ ഇല്ലാതെ ഫോളോ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ പാഠങ്ങളാണിവ. അദ്ദേഹം പിന്തുടരുന്ന ചില ആശയങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം, കൃത്യമായി അറിവുള്ളതും മനസ്സിലാകുന്നതുമായ ബിസിനസ്സുകളിൽ മാത്രമേ വാറൻ ബഫറ്റ് പണം നിക്ഷേപിക്കാറുള്ളൂ എന്നതാണ്. ക്ഷമയില്ലാത്തവരുടെ കൈകളിൽ നിന്നും പണം വാങ്ങി അത് ക്ഷമയുള്ളവരുടെ കൈകളിലേക്ക് എത്തിക്കുന്ന ഒരു ഉപകരണമാണ് ഷെയർ മാർക്കറ്റ് എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. ഒരു ഓഹരി 10 വർഷത്തേക്ക് കൈവശം വെക്കാൻ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ അത് വെറും 10 മിനിറ്റ് പോലും കൈവശം വെക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കരുത് എന്നതാണ് മറ്റൊരാശയം. ഇനി ഇതിനെല്ലാം പുറമെ കാര്യങ്ങൾ എപ്പോഴും സിമ്പിളായി സൂക്ഷിക്കുക എന്നതും ബഫറ്റിന്റെ ഉപദേശമാണ്. ഇതിന് ഏറ്റവും മികച്ച ഉദാഹരണമാണ് ദീർഘകാല വളർച്ചയ്ക്കായി ഒരു S&P 500 ഇൻഡെക്സ് ഫണ്ടിൽ നിക്ഷേപിക്കാൻ അദ്ദേഹം നൽകിയ നിർദ്ദേശം. ഉയർന്ന ഫീസ് ഈടാക്കുന്ന വാൾസ്ട്രീറ്റ് പ്രൊഫഷണലുകൾ ലക്ഷക്കണക്കിന് കോടി രൂപ കൈകാര്യം ചെയ്യുമ്പോൾ അതിന്റെ ഭൂരിഭാഗം ലാഭം കൊണ്ടുപോകുന്നത് ആ ഫണ്ട് മാനേജർമാരായിരിക്കും, നിക്ഷേപകരായിരിക്കില്ല. അതുകൊണ്ട് ചെറുതും വലുതുമായ എല്ലാ നിക്ഷേപകരും കുറഞ്ഞ ചിലവിലുള്ള ഇൻഡെക്സ് ഫണ്ടുകളിൽ ഉറച്ചു നിൽക്കണം. ഇതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. വലിയ ഫീസ് വാങ്ങുന്ന ഹെഡ്ജ് ഫണ്ടുകളെക്കാൾ മികച്ച റിട്ടേൺസ് 10 വർഷം കൊണ്ട് ഒരു സാധാരണ ഇൻഡെക്സ് ഫണ്ട് തരുമെന്ന് അദ്ദേഹം ഒരിക്കൽ വെല്ലുവിളിക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ലളിതമായ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജികൾ തന്നെയാണ് മികച്ചതെന്ന് തെളിയിക്കാൻ അദ്ദേഹത്തിന് ഇതിലൂടെ സാധിച്ചു. ചുരുക്കത്തിൽ, നല്ല റിട്ടേൺസ് കിട്ടാൻ ഫണ്ട് മാനേജർമാർക്ക് വലിയ ഫീസുകൾ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇൻഡെക്സ് ഫണ്ടുകൾ മികച്ച രീതിയിൽ ഡൈവേഴ്സിഫൈഡ് ആണ്, ചിലവ് വളരെ കുറവാണ്, ഒപ്പം ദിവസവും സമയം നോക്കി കളയേണ്ട കാര്യവുമില്ല. നമ്മൾ ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ ഈ ആശയത്തെയാണ്. അതായത്, നമുക്ക് റിസ്ക് കുറഞ്ഞ രീതിയിൽ പരിഗണിക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഓപ്ഷൻ എന്ന നിലയിൽ ഇൻഡെക്സ് ഫണ്ടിനുള്ള പ്രാധാന്യം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത ഇത് എല്ലാത്തരം കാറ്റഗറിയിലുള്ള ആളുകൾക്കും ആപ്റ്റ് ആണ് എന്നതാണ്. അതായത്, ജോലി തിരക്കുകൾക്കിടയിൽ ദിവസവും മാർക്കറ്റ് വാച്ച് ചെയ്യാൻ സമയമില്ലാത്ത പാസീവ് ഇൻവെസ്റ്റേഴ്സ്, ഇൻവെസ്റ്റ്മെന്റ് ഫീസുകളും ചാർജുകളും പരമാവധി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന കോസ്റ്റ് കോൺഷ്യസ് ആയ ആളുകൾ, ടാക്സ് ഭാരം കുറയ്ക്കാൻ നോക്കുന്ന ടാക്സ് സെൻസിറ്റീവ് ഇൻവെസ്റ്റേഴ്സ്, ഇൻവെസ്റ്റിംഗിലേക്ക് പുതിയതായിട്ട് കടന്നു വരുന്ന ബിഗിനേഴ്സ്, ഒപ്പം ഒരൊറ്റ കമ്പനിയിൽ പണം മുടക്കാതെ വലിയൊരു കൂട്ടം കമ്പനികളിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ഡൈവേഴ്സിഫൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഡൈവേഴ്സിഫിക്കേഷൻ സീക്കേഴ്സ്. ഇവർക്കെല്ലാവർക്കും ഒരുപോലെ കണ്ണുമടച്ച് പരിഗണിക്കാൻ പറ്റുന്ന ഒന്നാണിത്. ഈ ഇൻഡെക്സ് ഫണ്ടുകൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് എങ്ങനെ കൃത്യമായ ഒരു വലിയ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാമെന്ന് വളരെ ലളിതമായിട്ട് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. എന്താണ് യഥാർത്ഥത്തിൽ ഇൻഡെക്സ് ഫണ്ടുകൾ? ഇതൊരു പാസീവ് മ്യൂച്വൽ ഫണ്ട് സ്കീമാണ്. അതായത്, നമ്മുടെ മാർക്കറ്റിലുള്ള നിഫ്റ്റി 50 അല്ലെങ്കിൽ BSE സെൻസെക്സ് പോലുള്ള ഒരു നിർദ്ദിഷ്ട ഇൻഡെക്സിനെ അതേപടി അനുകരിക്കുകയാണ് ഈ ഫണ്ടുകൾ ചെയ്യുന്നത്. ട്രാക്കിംഗ് എററുകൾക്ക് വിരുദ്ധമായി വളരെ കുറഞ്ഞ ചിലവിൽ ഈ ഇൻഡെക്സിന് തുല്യമായ ലാഭം ഉണ്ടാക്കാനും വലിയൊരു വെൽത്ത് ക്രിയേറ്റ് ചെയ്യാനും ഇത് നിക്ഷേപകരെ സഹായിക്കുന്നു. എങ്ങനെയാണ് ഈ ഇൻഡെക്സ് ഫണ്ടുകൾ യഥാർത്ഥത്തിൽ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ ഒരു ഇൻഡെക്സ് ഫണ്ട് NSE നിഫ്റ്റി ഇൻഡെക്സിനെയാണ് ട്രാക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ആ നിഫ്റ്റിയിലുള്ള 50 കമ്പനികളുടെ ഓഹരികൾ അതേ അനുപാതത്തിൽ തന്നെയായിരിക്കും ഈ ഫണ്ടിന്റെ പോർട്ട്ഫോളിയോയിലും ഉണ്ടായിരിക്കുക. ഇനി അതല്ല, കുറച്ചുകൂടി വലിയൊരു ഇൻഡെക്സ് ആയ നിഫ്റ്റി ടോട്ടൽ മാർക്കറ്റ് ഇൻഡെക്സ് ആണ് ട്രാക്ക് ചെയ്യുന്നതെങ്കിൽ പല സെക്ടറുകളിലെയും പല മാർക്കറ്റ് ക്യാപ്പുള്ള ഏതാണ്ട് 750ഓളം സ്റ്റോക്കുകൾ അതിലുണ്ടായിരിക്കും. ഇക്വിറ്റിയും ഇക്വിറ്റി അനുബന്ധ ഇൻസ്ട്രുമെന്റുകളും മാത്രമല്ല, ചിലപ്പോൾ ബോണ്ടുകളും വരെ ഒരു ഇൻഡെക്സിൽ വരാം. ചുരുക്കത്തിൽ, ആ ഇൻഡെക്സ് ഏതൊക്കെ സെക്യൂരിറ്റികളാണോ ട്രാക്ക് ചെയ്യുന്നത് അതിലൊക്കെ തന്നെ കംപ്ലീറ്റ് ആയി ഈ ഫണ്ടും ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് ഉറപ്പുവരുത്തുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഒരു ആക്റ്റീവ് മ്യൂച്വൽ ഫണ്ട് അതിന്റെ ഇൻഡെക്സിനേക്കാൾ കൂടുതൽ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, ഒരു ഇൻഡെക്സ് ഫണ്ട് പാസീവായി മാനേജ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ ആ ഇൻഡെക്സിന് തുല്യമായ റിട്ടേൺസ് കൃത്യമായി നൽകാനാണ് നോക്കുന്നത്. നമ്മുടെ ഇന്ത്യയിൽ നിക്ഷേപകർക്ക് അവരുടെ റിസ്ക് എടുക്കാനുള്ള ശേഷിയും സാമ്പത്തിക ലക്ഷ്യങ്ങളും അനുസരിച്ച് തിരഞ്ഞെടുക്കാൻ പറ്റിയ പലതരത്തിലുള്ള ഇൻഡെക്സ് ഫണ്ടുകൾ ലഭ്യമാണ്. അതിൽ ആദ്യത്തേത് ബ്രോഡ് മാർക്കറ്റ് ഇൻഡെക്സ് ഫണ്ട്സ് ആണ്. ഇവ ഒരു പ്രത്യേക മേഖലയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ വലിയ ലാർജ് ക്യാപ് കമ്പനി മുതൽ സ്മോൾ ക്യാപ് സ്റ്റാർട്ടപ്പുകൾ വരെ ഉൾപ്പെടുത്തുന്ന നിഫ്റ്റി 500 അല്ലെങ്കിൽ S&P 500 പോലുള്ള ഇൻഡെക്സുകളെയാണ് ട്രാക്ക് ചെയ്യുന്നത്.
ഇത് രാജ്യത്തിന്റെ മൊത്തത്തിലുള്ള സാമ്പത്തിക വളർച്ചയുടെ ലാഭം നേടാൻ സഹായിക്കുന്നു. രണ്ടാമത്തേത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഇൻഡെക്സ് ഫണ്ട്സ് ആണ്. ഇവിടെ കമ്പനികളുടെ വലിപ്പത്തിനനുസരിച്ചാണ് പോർട്ട്ഫോളിയോയിൽ വെയിറ്റേജ് നൽകുന്നത്. അതുകൊണ്ട് തന്നെ വലിയ കമ്പനികൾക്കായിരിക്കും ഇതിൽ കൂടുതൽ പ്രാധാന്യം. എന്നാൽ ഇതിൽ നിന്നും വ്യത്യസ്തമായി കമ്പനികളുടെ വലിപ്പം നോക്കാതെ ഇൻഡെക്സിലുള്ള എല്ലാ കമ്പനികൾക്കും തുല്യമായ പ്രാധാന്യം നൽകുന്നവയാണ് ഈക്വൽ വെയ്റ്റ് ഇൻഡെക്സ് ഫണ്ട്സ്. ഇത് ഏതാനും ചില വലിയ സ്റ്റോക്കുകളിൽ മാത്രം പണം കേന്ദ്രീകരിക്കുന്നത് ഒഴിവാക്കി കൂടുതൽ ബാലൻസ്ഡ് ആയ ഒരു നിക്ഷേപം ഉറപ്പാക്കുന്നു. ഇനി കുറച്ചുകൂടി അഡ്വാൻസ് ആയി വാല്യൂ, മൊമെന്റം, കുറഞ്ഞ വോളറ്റിലിറ്റി അല്ലെങ്കിൽ ക്വാളിറ്റി തുടങ്ങിയ പ്രത്യേക ഘടകങ്ങളെ അടിസ്ഥാനമാക്കി റിട്ടേൺസ് കൂട്ടാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ ഫാക്ടർ ബേസ്ഡ് അല്ലെങ്കിൽ സ്മാർട്ട് ബീറ്റ ഇൻഡെക്സ് ഫണ്ട്സ് പോലെ ഉള്ള ഫണ്ടുകൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഡിവിഡൻഡ് ഈൽഡ്, ഏർണിംഗ്സ് അല്ലെങ്കിൽ വോളറ്റിലിറ്റി മാനേജ്മെന്റ് പോലുള്ള കൃത്യമായ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജികൾ മുൻനിർത്തി ഡിസൈൻ ചെയ്തിട്ടുള്ള ഫണ്ടുകളാണ് സ്ട്രാറ്റജി ഇൻഡെക്സ് ഫണ്ട്സ്. ഒരു പ്രത്യേക ഇൻഡസ്ട്രിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായി ബാങ്കിംഗ്, IT, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ സെക്ടറുകളെ മാത്രം ട്രാക്ക് ചെയ്യുന്ന സെക്ടർ ബേസ്ഡ് ഇൻഡെക്സ് ഫണ്ട്സും ലഭ്യമാണ്. എങ്കിലും ഇവയുടെ പ്രകടനം ആ സെക്ടറിന്റെ വളർച്ചയുമായി പൂർണ്ണമായും ബന്ധപ്പെട്ടിരിക്കും. ഒടുവിലായി ഇന്ത്യൻ മാർക്കറ്റിന് പുറത്തുള്ള ആഗോള വിപണിയിലെ വളർച്ചയുടെ ഭാഗമാകാനും അന്താരാഷ്ട്ര കമ്പനികളിലേക്ക് നിക്ഷേപം ഡൈവേഴ്സിഫൈ ചെയ്യാനും സഹായിക്കുന്നവയാണ് ഇന്റർനാഷണൽ ഇൻഡെക്സ് ഫണ്ട്സ്. ഇൻഡെക്സ് ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്നത് കൊണ്ടുള്ള പ്രധാന നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി, വളരെ കുറഞ്ഞ ചെലവിൽ വലിയൊരു ബ്രോഡ് ഡൈവേഴ്സിഫിക്കേഷൻ നൽകുന്നുണ്ട്. ഉദാഹരണത്തിന് ഒരു നിഫ്റ്റി 50 ഇൻഡെക്സ് ഫണ്ടിൽ മാത്രം നിക്ഷേപിച്ചാൽ ബാങ്കിംഗ്, IT, FMCG, എനർജി തുടങ്ങി പല സെക്ടറുകളിലെ 50 വൻകിട കമ്പനികളിലാണ് നിങ്ങളുടെ പണം ഒരേ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം, ഇതിന്റെ വളരെ കുറഞ്ഞ ചിലവാണ്, അതായത് ലോവർ എക്സ്പെൻസ് റേഷ്യോ. ആക്റ്റീവ് ഫണ്ടുകളെ പോലെ തന്നെ ഫണ്ട് മാനേജർക്ക് നിരന്തരം തീരുമാനങ്ങൾ എടുക്കേണ്ടി വരാത്തതിനാൽ ഇതിന്റെ ഫീസ് വളരെ കുറവായിരിക്കും. വാർഷിക ചെലവിലെ വെറും 1% വ്യത്യാസം പോലും 10 മുതൽ 20 വർഷത്തെ ദീർഘകാല നിക്ഷേപത്തിൽ വലിയൊരു ലാഭമായി മാറിമറിയും. കൂടാതെ ഇതിൽ നോ ഹ്യൂമൻ ബയാസ് അഥവാ മനുഷ്യ സഹജമായ തെറ്റുകൾക്കോ വ്യക്തിപരമായ താല്പര്യങ്ങൾക്കോ സ്ഥാനമില്ല. ഇൻഡെക്സിനെ അതേപടി പകർത്തുന്നത് കൊണ്ട് ഇമോഷൻസോ അമിത ആത്മവിശ്വാസമോ മാർക്കറ്റ് ഊഹാപോഹങ്ങളോ ഇതിനെ ബാധിക്കുന്നില്ല. അടുത്തത് ഇതിന്റെ സുതാര്യതയാണ്, അഥവാ ട്രാൻസ്പെറൻസി. പബ്ലിക്കായി ലഭ്യമായ ഇൻഡെക്സ് ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ പണം എവിടെയൊക്കെയാണ് കിടക്കുന്നതെന്ന് നിങ്ങൾക്ക് കൃത്യമായി ട്രാക്ക് ചെയ്യാം. ഒടുവിലായി ഇത് SIP വഴി നിക്ഷേപിക്കാൻ ഏറ്റവും അനുയോജ്യമായ ഒന്നാണ്. കൃത്യമായ ഇടവേളകളിൽ ഒരു നിശ്ചിത തുക വീതം ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ റുപ്പി കോസ്റ്റ് ആവറേജിംഗ് പ്രയോജനപ്പെടുത്താനും മാർക്കറ്റിലെ ഇപ്പോഴത്തെ ചാഞ്ചാട്ടങ്ങളെ വളരെ എളുപ്പത്തിൽ മറികടക്കാനും സാധിക്കും. ഇന്ത്യയിൽ ഇൻഡെക്സ് ഫണ്ടുകൾ നിക്ഷേപിക്കുന്നതിന് മുൻപ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ആദ്യത്തേത് ഇതിന്റെ റിസ്ക് ആൻഡ് റിട്ടേൺസ് ആണ്. ഇവ പാസീവായി മാനേജ് ചെയ്യുന്നതിനാൽ ആക്റ്റീവ് ഫണ്ടുകളേക്കാൾ വോളറ്റിലിറ്റി, റിസ്ക്കും കുറവായിരിക്കും. എങ്കിലും നിക്ഷേപിക്കുന്നതിന് മുൻപ് ട്രാക്കിംഗ് എറർ ഏറ്റവും കുറഞ്ഞ ഫണ്ടുകൾ നോക്കി തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കണം. രണ്ടാമതായി, ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത വളരെ കുറഞ്ഞ എക്സ്പെൻസ് റേഷ്യോ അഥവാ ഫണ്ട് മാനേജ്മെന്റ് ചിലവാണ്. മൂന്നാമത്തെ കാര്യം, ഇതൊരു ദീർഘകാല ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആണ്. കുറഞ്ഞത് 7 വർഷമോ അതിൽ കൂടുതലോ സമയത്തേക്ക് നിക്ഷേപിക്കാൻ തയ്യാറുള്ളവർക്ക് ഇതിലൂടെ 10 മുതൽ 12% വരെ റിട്ടേൺസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഒടുവിലായി ഇതിന്റെ ടാക്സ് നിയമങ്ങൾ കൂടി മനസ്സിലാക്കണം. ഇതൊരു ഇക്വിറ്റി ഫണ്ട് ആയതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും ലഭിക്കുന്ന ഡിവിഡൻഡുകൾക്ക് 10% DDT ഈടാക്കാറുണ്ട്. കൂടാതെ നമ്മൾ ഈ ഫണ്ട് വിൽക്കുമ്പോൾ ലാഭത്തിന്മേൽ ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് നൽകണം. അതായത് 1 വർഷത്തിനുള്ളിൽ വിൽക്കുകയാണെങ്കിൽ 15% ഷോർട്ട് ടേം ടാക്സും, 1 വർഷത്തിന് ശേഷമാണ് വിൽക്കുന്നതെങ്കിൽ 1 ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ലാഭത്തിന് 10% ലോങ് ടേം ടാക്സും ഇൻഡെക്സേഷൻ ആനുകൂല്യങ്ങളില്ലാതെ തന്നെ നൽകേണ്ടി വരും. ഇൻഡെക്സ് ഫണ്ടുകളെ കുറിച്ച് പറയുമ്പോൾ പലർക്കും വരുന്ന മറ്റൊരു സംശയം ഇതും ETF-ഉം അഥവാ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നതാണ്. പ്രധാന വ്യത്യാസം, ETF-ൽ ട്രേഡ് ചെയ്യാൻ ഒരു ഡിമാറ്റ് അക്കൗണ്ട് നിർബന്ധമാണ്. എന്നാൽ ഇൻഡെക്സ് ഫണ്ടുകൾ നിക്ഷേപിക്കാൻ ഡിമാറ്റ് അക്കൗണ്ടിന് ആവശ്യമില്ല. അതുപോലെ തന്നെ ETF-കളിൽ സാധാരണ രീതിയിൽ SIP ഇൻവെസ്റ്റ്മെന്റ് സാധ്യമല്ല. എന്നാൽ ഇൻഡെക്സ് ഫണ്ടുകൾ SIP വഴി നിക്ഷേപിക്കാൻ ഏറ്റവും അനുയോജ്യമാണ്. ചെലവുകൾ നോക്കിയാൽ ETF-കൾക്ക് ഇൻഡെക്സ് ഫണ്ടുകളേക്കാൾ എക്സ്പെൻസ് റേഷ്യോ വളരെ കുറവായിരിക്കും. ട്രേഡിംഗിന്റെ കാര്യത്തിൽ ETF-കൾക്ക് കൂടുതൽ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. കാരണം മാർക്കറ്റ് സമയങ്ങളിൽ ലൈവായി ഇതിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കുകയും തുടർച്ചയായ വാല്യുവേഷൻ നടക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇൻഡെക്സ് ഫണ്ടുകളെ സംബന്ധിച്ച് വാല്യുവേഷൻ ദിവസത്തിന്റെ അവസാനം മാത്രമാണ് നടക്കുന്നത്. ചുരുക്കത്തിൽ ETF-കൾ കൂടുതലായും ഇൻട്രാഡേ ട്രേഡിംഗിന് ഉപയോഗിക്കുന്നതും അല്പം റിസ്ക് കൂടിയതുമാണ്. എന്നാൽ ഇൻഡെക്സ് ഫണ്ടുകൾ കൂടുതൽ സുരക്ഷിതത്വവും ലോങ് ടേം സ്റ്റെബിലിറ്റിയും നൽകുന്ന മികച്ചൊരു നിക്ഷേപ മാർഗമാണ്. ഇനി മാർക്കറ്റ് ഇപ്പോൾ വീക്കായി ഇരിക്കുമ്പോൾ പലർക്കും തോന്നുന്ന വളരെ സ്വാഭാവികമായ ഒരു സംശയമുണ്ട്.
ഈ സമയത്ത് ഇൻഡെക്സ് ഫണ്ടുകളിൽ പണം നിക്ഷേപിക്കുന്നത് സുരക്ഷിതമാണോ എന്ന്. എന്നാൽ ഒരു ലോങ് ടേം ഇൻവെസ്റ്റർ എന്ന നിലയിൽ ചിന്തിച്ചാൽ നിഫ്റ്റി 50 കമ്പനികൾ ഇപ്പോൾ വീക്കായിരിക്കുന്നത് ഇൻഡെക്സ് ഫണ്ടുകളിൽ നിക്ഷേപം തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ അവസരം തന്നെയാണ്. അതിന് പ്രധാനമായും 3 കാരണങ്ങളുണ്ട്. ഒന്ന്, വാറൻ ബഫറ്റ് പറഞ്ഞതുപോലെ ബി ഗ്രീഡി വെൻ അതേഴ്സ് ആർ ഫിയർഫുൾ. അതായത് മാർക്കറ്റ് ഇടിഞ്ഞ് എല്ലാവരും ഭയന്നിരിക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച 50 കമ്പനികളുടെ ഓഹരികൾ വൻ ഡിസ്കൗണ്ടിൽ വാങ്ങാൻ നമുക്ക് സാധിക്കുന്നു. 2, നമ്മളൊരു SIP വഴിയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ മാർക്കറ്റ് താഴേക്ക് പോകുമ്പോൾ നമ്മുടെ അതേ തുകയ്ക്ക് കൂടുതൽ ഫണ്ട് യൂണിറ്റുകൾ ലഭിക്കുകയും പിന്നീട് മാർക്കറ്റ് റിക്കവർ ആകുമ്പോൾ അത് വലിയ രീതിയിലുള്ള ലാഭം തരികയും ചെയ്യും. 3, നിഫ്റ്റി 50യുടെ സെൽഫ് ക്ലിയറിംഗ് മെക്കാനിസമാണ്. ഇതിലുള്ള ഏതെങ്കിലും കമ്പനികൾ ദീർഘകാലത്തേക്ക് മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നതെങ്കിൽ അവരെ ആ ലിസ്റ്റിൽ നിന്നും പുറത്താക്കി പകരം വളർന്നു വരുന്ന പുതിയ മികച്ച കമ്പനികളെ ഇൻഡെക്സ് അതിലേക്ക് ഉൾപ്പെടുത്തും. അതുകൊണ്ട് ഇൻഡെക്സ് ഒരിക്കലും പൂജ്യമാകില്ല. അത് രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കൊപ്പം മുന്നോട്ട് പോകും. ഇവിടെ നമ്മൾ ഒരേ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി. അടുത്ത 6 മാസത്തേക്കോ 1 വർഷത്തേക്കോ ഉള്ള ഹ്രസ്വകാല ആവശ്യത്തിനാണ് നിങ്ങൾ പണം നിക്ഷേപിക്കുന്നതെങ്കിൽ ഇതൊട്ടും സേഫ് അല്ല. എന്നാൽ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ 5 മുതൽ 7 വർഷം വരെയോ അതിൽ കൂടുതലോ ഉള്ള ഒരു ദീർഘകാല ലക്ഷ്യത്തോടെ ആണെങ്കിൽ ഇപ്പോൾ ഇൻഡെക്സ് ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് തികച്ചും സേഫ് ആണ്, ഒപ്പം മികച്ചൊരു തീരുമാനവുമായിരിക്കും. അതുകൊണ്ട് മാർക്കറ്റ് വീക്കായിരിക്കുന്ന ഈ സമയത്ത് ഒന്നിച്ച് വലിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്യാതെ ഒരു SIP സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഏറ്റവും ബുദ്ധിപരമായ മാർഗം. വാറൻ ബഫറ്റ് പറഞ്ഞതുപോലെ കൃത്യമായ അച്ചടക്കത്തോടെ ഈ ഒരു ബ്ലൂ പ്രിന്റ് ഫോളോ ചെയ്താൽ ഉറപ്പായും നിങ്ങൾക്ക് വലിയൊരു സമ്പത്ത് കെട്ടിപ്പടുക്കാൻ സാധിക്കും.